ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് നാടൻ ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയാലോ. സ്റ്റൂവിനെ ഇഷ്ടൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ, അങ്ങനെയും പറയുമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അതിനായിട്ട് ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കഴുകി കൊണ്ടുവന്ന് അതിലേക്ക് സ്വല്പം ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. ഒരു 3/4 വേവാകുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. അത് അവിടെ നിന്നൊന്ന് വെന്ത് വരട്ടെ. ഒരു 2 വിസിലേക്കുമ്പോൾ അത് വേവും. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്ന് ജസ്റ്റ് ചതച്ചിട്ടിടണം കേട്ടോ. അത്രയും ചേർത്ത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, ഒരു 2 വലിയ സവോള, ഇത്രയാണ് ഞാനിവിടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ ബീഫും കിഴങ്ങും ക്യാരറ്റും എല്ലാം വെന്തിട്ടുണ്ട്. അപ്പം അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് അത് അതുപോലെ തന്നെ ഒന്നിരിക്കട്ടെ കേട്ടോ. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. ഫ്രഷ് തേങ്ങാപ്പാൽ ചേർക്കുന്നവർക്ക് തേങ്ങ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ക്യാനിലെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ സ്വല്പം വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നല്ലതായിട്ട് തിളച്ച് അതിൽ ബീഫും കിഴങ്ങും എല്ലാം ഒന്ന് വെന്തൊന്നും കൂടെ ആ തേങ്ങാപ്പാൽ പിടിച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വരും. ആ സമയത്ത് ഒരു 10-12 ക്യാഷ് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ ചേർക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാൽ മാറ്റി വെച്ചിരുന്നില്ലേ, അതും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യുക. പിന്നെ വേറൊരു പാനിലോട്ട് സ്വല്പം നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് വറുത്തിട്ട് അതിലേക്ക് ഇടുക കേട്ടോ. അതിനുശേഷം അതൊന്ന് മൂടി വെക്കുക കേട്ടോ. നമ്മൾ വിളമ്പുന്ന സമയമാകുമ്പോൾ മാത്രം അത് മിക്സ് ചെയ്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.